ഗാന്ധിജി, നമ്മുടെ ഇന്ത്യ ഇപ്പോഴും പ്രശ്നങ്ങളിലാണ്. കേരളത്തിൽ ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ഇപ്പോഴും 65 ലക്ഷം യങ് ജനറേഷൻ ആളുകൾക്ക് ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും ജോലിയില്ല. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ പോവുകയാണ്. അടുത്ത സ്പോട്ടിലോട്ട് പോകണം. കഴിയെങ്കിൽ ഇന്ന് തന്നെ ന്യൂഡൽഹി വിടണം. എല്ലാ സ്പോട്ടും കവർ ചെയ്തതിന് ശേഷം എന്റെ അടുത്ത സ്പോട്ടിലോട്ട് പോകണം. എനിക്കെന്തായാലും വാരണാസിയും ഹരിദ്വാർ, ഋഷികേശ് ഒക്കെ കാണാൻ കൊതിയാണ്. വർഷങ്ങൾ കൊണ്ടുള്ള ആഗ്രഹമാണ് കാണണം എന്നുള്ള. അത്ര എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വാരണാസി, ഹരിദ്വാർ ഒക്കെ. ഒരു വെള്ളമാണ് കുടിക്കണം ഗായ്സ്. എത്ര ബിരിയാണി? 30 രൂപയുള്ള ബിരിയാണി അല്ല, വേറെ എന്താണ്? ചിക്കൻ ബിരിയാണി കിतना भैया? कितना? 40 40 രൂപയുള്ള ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം എന്തെങ്കിലും വെള്ളം കുടിക്കാം. തണുപ്പായതുകൊണ്ട് ഒരു മസാല ചായ പറഞ്ഞ്, പക്ഷേ അവൻ ചിരിക്കുകയൊക്കെ ചെയ്യണം. അവൻ മസാല ചായ ആണോ വേറെ എന്തെങ്കിലും ആണോന്ന് എനിക്കറിയാൻ വയ്യ, അതുകൊണ്ടാണോ എന്തോ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ബിരിയാണി 40 രൂപയുള്ളു. പിള്ളേരൊക്കെ കഴിക്കുന്നുണ്ട്. 40 രൂപയുള്ള ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, മുളക് പൊടിയാണോ മണ്ടേ ഇട്ടിരിക്കുന്നത്? കുഴപ്പമില്ല, കൊള്ളാം. ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, 120 രൂപയ്ക്ക് എന്റെ നാട്ടിലാണെങ്കിൽ റേഷൻ അരി ഇട്ടാണ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ വിശ്വസിക്കൂല, സത്യം അതാണ്. ഒരു തവണ ഞാൻ കഴിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ അതുമായിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് അവിടെ കൊടുക്കുന്നത്. 40 രൂപയ്ക്ക് ഇവിടെയൊക്കെ ബിരിയാണി എന്താണല്ലേ. ഗൈസ്, ഇതാണ് രാജ്ഘട്ട്. മഹാത്മാഗാന്ധിജിയുടെ സമാധി ഇവിടെയാണുള്ളത്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോൾ ഇൻ എർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഗാന്ധിജീനെ ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഉറപ്പായും ഈ ട്രിപ്പിൽ അത് സാധിക്കണം എന്നുള്ള മനസ്സിൽ കടുത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായും അവിടെ എത്തിയിരിക്കുകയാണ് ഞാൻ. ലൈഫിൽ ഏറ്റവും കൂടുതലും ഞാനൊരു ആരാധിക്കുകയും അതുപോലെ തന്നെ അത്രമാത്രം റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉറപ്പായും നിങ്ങളെല്ലാവരും, ഓരോ ഇന്ത്യനും ഇവിടെ വരണം, ഗാന്ധിജിനെ ഒന്ന് കാണണം. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സ് നല്ല രീതിയിൽ സമാധാനവും സന്തോഷവും കിട്ടുന്നു. വൺ ഓഫ് ദ പീസ്ഫുൾ പ്ലേസ് ഇൻ എർത്ത്. വലിയൊരു ഗാർഡനാണ് ഗൈസ് ഇത്.
എനിക്കൊരുപാട് വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഗാന്ധി മാർഗം സ്വീകരിക്കണമെന്ന്. അതായത് അല്ലെങ്കിൽ സന്യാസം, ഈ എന്താണ്, ലൗകിക ജീവിതം വെടിഞ്ഞിട്ട് ആത്മീയതയിലൊക്കെ, അല്ലെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു ദൈവഭക്തി എന്നുള്ളതിലല്ല, നമ്മളെ തന്നെ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആർക്കും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുക, സമാധാനം, ശാന്തമായൊരു ജീവിതം, മനസ്സിന് എപ്പോഴും നമ്മള് മറ്റുള്ളവരാരും ദ്രോഹിക്കാത്ത ഒരു ജീവിതം, അങ്ങനെയൊക്കെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ പലവണയും നാട് വിട്ടു പോകാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെ ആരൊക്കെയോ തടഞ്ഞു വെച്ച്. ഗൈസ്, ഇവിടെ കയറുമ്പോ ചെരുപ്പൊക്കെ ഇവിടെ വെച്ചിട്ട് പോകണം. ഓക്കെ. എന്തൊരു പീസ്ഫുൾ അന്തരീക്ഷം ഗൈസ്. ഞാൻ എന്നും അന്വേഷിച്ച് നടന്ന ആ ഒരു പീസ്ഫുൾ ഒരു ഇതാണ്. ഗാന്ധിജി, നമ്മുടെ ഇന്ത്യ ഇപ്പോഴും പ്രശ്നങ്ങളിലാണ്. കേരളത്തിൽ, ഞാൻ ജീവിക്കുന്ന നാട്ടിൽ ഇപ്പോഴും 65 ലക്ഷം യങ് ജനറേഷൻ ആളുകൾക്ക് ജോലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും ജോലിയില്ല. എന്നീ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ഏതാണ്ട് 4 വർഷം കൊണ്ട് ജോലി തപ്പി നടക്കുകയാണ്, ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മുടെ കറപ്റ്റഡ് കൺട്രി ആയ ഇന്ത്യ എല്ലാം ഒന്നും മാറി ശാന്തവും സുന്ദരവും സമാധാനം എല്ലാ തലത്തിലും എന്നാവുന്ന ഉള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. Oh, no way. नहीं है.
ഗാന്ധിജി, ഞാൻ പോകുന്നു. എല്ലാ പ്രശ്നങ്ങളും എല്ലാം ശരിയാവുന്നുള്ള വിശ്വാസത്തോടെ ഒരു ദിവസം എല്ലാം ശരിയാവും. എന്നെ കണ്ടിട്ട് വ്യത്യസ്തനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫാമിലി എൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഇന്ത്യക്കാരൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേര് എൻ്റെ കൂടെയൊക്കെ ഗോവയിലും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നപ്പോഴൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതാ വെരി സ്ട്രേഞ്ച്. കുറെ നേരം ഞാൻ അവിടെ ഇന്ന് ബസ് കാത്ത്, പിന്നെ ഒരുപാട് ലിഫ്റ്റ് ചോദിച്ചു. എന്നിട്ട് ആരും നിർത്തിയൊന്നുമില്ല. ഇപ്പം മണി 6 പോണു. അപ്പൊ അതിനു മുമ്പ് ഞാൻ ന്യൂഡൽഹിയിൽ ഗുരുദ്വാരയിൽ പോകണം. അവിടെ ചെന്ന് രാത്രി കിടക്കാം. അവിടെ ആഹാരം കിട്ടും. അപ്പം ഒരു മനുഷ്യനൊരു സ്നേഹമില്ല. ആരും ഒന്ന് ഒരു ലിഫ്റ്റ് പോലും തരണില്ല. ഇവിടുന്ന് ഞാൻ അങ്ങനെ നടന്നേണ്. ഒരു തെണ്ടിയാണെങ്കിൽ പറഞ്ഞ് ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്ന്. ഞാൻ വീണ്ടും തിരിച്ചു കടന്നു വന്നു. വല്ലാത്തൊരു ഇതാണ് എനിക്കായിട്ട് ഇഷ്ടപ്പെടാത്ത. ഈ ആളുകൾ പറയണമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും നോക്കാം. ബസ്സൊക്കെ നിർത്തുന്നത് നടു റോട്ടിലാണ്, ട്രാഫിക്കിന്റെ ഇടയിലൊക്കെ. ആളുകൾ അവിടെ ഇറങ്ങി കയറി പോകും. ഇപ്പൊ ട്രാഫിക്കില് സിഗ്നൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ അപ്പം ഇറങ്ങണം. അവര് നമ്മളെ ഇറക്കി വിടുമല്ലെങ്കിലും. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. അയ്യോ, പക്ഷെ ഹെവി ബസ്സുകളാണ് കേട്ടോ എല്ലാം. അതുകൊണ്ട് ഒരെണ്ണം പോണുണ്ടോ? നോർമൽ ബസ്സൊന്നുമല്ല, എല്ലാം ഹെവി ലോ ഫ്ലോർ ബസ്സൊക്കെയാണ്. റോട്ടിന്റെ നടുക്കാണ് കാഴ്ച എന്നെ കൊണ്ട് ഇറക്കി വിട്ടത്. ഇവിടെ നിന്ന് ഗുരുദ്വാര ഉണ്ടത്ര. ആർക്കൂടെ മാസ്ക് ഒന്നുമില്ല. മുംബൈയിലായിരുന്നപ്പം മാസ്ക് ഇടാത്തവരെ പിടിക്കാൻ ഒരുപാട് ടീമുണ്ടായിരുന്നു. ഇവിടെ ആരുമില്ല. ഗായ്സ്, ജാക്കറ്റ് വാങ്ങിക്കാൻ കയറി കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും ഒരിക്കലും കിട്ടൂല. ഈ സാധനത്തിനാണെങ്കിൽ അവൻ 350 രൂപ പറഞ്ഞ്. ഞാൻ 200 രൂപയ്ക്കാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. എന്റെ അവൻ തന്നില്ല. ഇതെല്ലാം 350 രൂപയ്ക്കാണ് അവൻ വിൽക്കുന്നത്. ആക്മി കേരള. അപ്പൊ ഗായ്സ്, ഞാൻ ഇന്ന് ജിലേബി കഴിക്കട്ടെ. ഞാൻ എന്തായാലും 2-3 കടകളോടെ നോക്കിയിട്ട് അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. അവ 350 പിടിച്ചോണ്ടിരിക്കണം. അവൻ കുറയ്ക്കണമൊന്നുമില്ല. പക്ഷെ സാധനം വലിയ ഹെവിയൊന്നും അല്ല, ലോക്കൽ സാധനമാണ്. പക്ഷെ അത്യാവശ്യം തണുപ്പൊക്കെ ഓക്കെയാണ്. തണുപ്പിനൊക്കെ പറ്റിയ സാധനമാണ്. ഞാൻ ജിലേബി പറഞ്ഞു. ഭയ്യ ജിലേബി ഇതരേ 15 മേ. ഇവിടെ തന്നെ അവര് ജിലേബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണത്. ന്യൂഡൽഹിയില്, അതായത് മുംബൈയിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുംബൈയിൽ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല. എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 15 രൂപ എന്നാണ് പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മളെ നാട്ടിലെ ജിലേബി പോലെയൊന്നും അല്ല. ടേസ്റ്റ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സാധനം കൊള്ളാം, അടിപൊളി. ഗായ്സ്, ഒരു ജാക്കറ്റ് വാങ്ങണം. ആ ജാക്കറ്റ് അത്ര സെറ്റ് ജാക്കറ്റ് ഒന്നും അല്ല. പിന്നെ അത്യാവശ്യം നമ്മളെ കാര്യം നോക്കാം, അത്രേ ഉള്ളൂ. തണുപ്പൊക്കെ ഭയങ്കരമായിട്ടൊന്നും അതിന് പിടിച്ചെടുക്കാനൊന്നും സാധിക്കത്തില്ല. ഞാനിപ്പോ മെട്രോയിൽ കയറി ചാന്ദിനി ചൗക്കി പോകാൻ വേണ്ടി പോവുകയാണ്. അവിടെ നല്ല സാധനം കിട്ടുമെന്ന് പറഞ്ഞ് ആ ബ്രോ ഞാൻ ഇവിടെ വെച്ചൊരു ബ്രോയെ പരിചയപ്പെട്ടു. അപ്പൊ എന്തായാലും അങ്ങോട്ട് വരും നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നും ആരുമില്ല ഗായ്സ്, തുച്ഛമായ ആളുകളേ ഉള്ളു. അപ്പൊ അതിന്റെ 350 രൂപ അവൻ പറഞ്ഞു. പക്ഷെ അത് വാങ്ങിച്ചിട്ട് തണുപ്പൊന്നും അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുപോലെ തന്നെ അതിന് ഒരു ബട്ടൺസ് ഒന്നുമില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇതുണ്ട്. കണ്ടാ ഒരു പുതിയതാണെന്നൊന്നും വലിയ രീതിയിൽ പറയൂല. ഇനി ഇവന്മാര് റീഫർബിഷ് ചെയ്യുന്ന സാധനമാണെന്നൊന്നും അറിയാൻ വയ്യ. ഓക്കെ ഗായ്സ്, നമ്മളിവിടെയാണ് നിൽക്കണത്. നമുക്ക് ഇവിടെ പോകണം, ചാന്ദിനി ചൗക്ക്.